അപ്പോ ഇനിയിപ്പോ ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ് ലൈക്ക് റിലീസ് ചെയ്യാനാണെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത്? റിലീസ് ചെയ്യാനുള്ള പടങ്ങൾ എന്ന് പറയുന്നത് മീശ, ഷൈൻ ടോം ചാക്കോ സാറിന്റെ പടം മീശയിലുണ്ട്. അത് എല്ലാരും ഇറങ്ങുമ്പോൾ ചെന്ന് സർപ്രൈസ് ക്യാരക്ടറാണ്, ഒരു നല്ല ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ സസ്പെൻസ് ബ്രേക്ക് ചെയ്തില്ല. പിന്നെ അടിപൊളി എന്ന് പറഞ്ഞ വിജയരാഘവൻ സാറിന്റെ പടത്തിലും ചെറുതായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ രഘുരാം എന്ന് പറഞ്ഞ ഒരു സിനിമയില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊരു തമ്പുരാട്ടി പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പടം കൂടി അടുത്ത് ചെയ്തു, രൂപം എന്ന് പറഞ്ഞാൽ അത് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടിരിക്കുക, തമിഴ് പടം. എങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ലേ നിങ്ങളെ വർക്ക്സിനെ പറ്റിയിട്ടൊക്കെ? വർക്ക്സിനെ പറ്റി ഞാൻ പറഞ്ഞാലും ആൾക്ക് ഓർമ്മയില്ല. അത് ഞാനിപ്പോ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോൾ നീ എന്നോട് പറയാതെയാണല്ലോ പോയി, ഞാൻ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടോ, പക്ഷെ എന്നാലും ആൾക്ക് ഓർമ്മ നിൽക്കത്തില്ല. അപ്പൊ പൊതുവെ ഇപ്പൊ മീശ പിന്നെ നമ്മുടെ വിജയരാഘവൻ സാറിന്റെ ഒപ്പം അഭിനയിച്ചു. അപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ ഒപ്പം വിജയരാഘവൻ സാറിന്റെ ഒപ്പം അഭിനയിച്ച എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ എനിക്ക് ഷൈൻ ടോം സാറിന്റെ ഒപ്പം കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. മറ്റേ പടത്തില് കോമ്പിനേഷൻ സീക്വൻസ് ആയിട്ടില്ലായിരുന്നു, പക്ഷെ അതിലൊരു ഭാഗമാവാൻ പറ്റി. അപ്പൊ ഷൈൻ ടോം സാറിന്റെ ഒപ്പം അഭിനയിച്ചത് ഷൈൻ ടോം സാർ ആളൊരു പാവാണ്. എങ്ങനെയാ പറയാ, ഒരു പ്രത്യേക ക്യാരക്ടറാണ്. എല്ലാവരുമായിട്ടൊക്കെ മിങ്കിളൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്കൊരു ചെറിയ കിളി പോയാൽ അതിപ്പോ നമ്മള് ഇന്റർവ്യൂസ് എല്ലാരും പറയുമ്പോ പൊതുവെ ചെറിയൊരു കുഴപ്പമില്ല. എന്റെ കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോ പറയാറുണ്ട് കിളി പോയേസ്, അത് അങ്ങനെ ചിലപ്പോ പറയാറുണ്ട്. പക്ഷെ ഷൈൻ ടോം സാർ പൊതുവെ അത് ജോളിയാണ് ആളെ. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്യാരക്ടർ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈപ്പറായിട്ട് മീൻസ് പെരുമാറ്റമൊക്കെ. പക്ഷെ എന്നോടൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. നല്ല ജോളിയാണ് ആള്. ചെറിയ കിളി പോലെ കേസ്. ഭയങ്കര ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തോന്നിയായിരുന്നോ സാറിനപ്പോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. സാറ് എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. ടെൻഷൻ ഉണ്ടാവാറുണ്ടോ ലൈക്ക് ഇപ്പൊ പുതിയൊരാളുടെ ഒപ്പം ആക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളുടെ ഒപ്പം ആക്ട് ചെയ്യുന്ന സമയത്തൊക്കെ? ആദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ശീലമായി. ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. ഗ്യാൻ ശ്രീനിവാസൻ സാറിനൊപ്പം ഞാൻ അഭിനയിച്ചപ്പോ ഞാൻ കൂട്ടുകാരത്തി കേട്ടായിരുന്നല്ലോ, അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ അഭിനയിച്ചു. ധ്യാൻ എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര എന്റർടൈൻമെന്റ് ഭയങ്കര കോമഡിയാണ്, ഫുൾ ടൈം കോമഡിയാണ്. അപ്പൊ ഭയങ്കര ഒരു ജോളി ആയിട്ടാണ്.